ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇതൊരു നമ്മളുടെ ടെമ്പിൾ വിസിറ്റാണ്. ടെമ്പിൾ വിസിറ്റ് എനിക്ക് പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ 7 months കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെയും പോകാൻ പറ്റില്ലല്ലോ. വേറെ ടെമ്പിൾസ് വിസിറ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഡോക്ടറുടെ അഡ്വൈസ് എടുത്തിട്ട് നിയർ ബൈ ഉള്ളൊരു കുറച്ച് ടെമ്പിൾസിൽ പോയതാണ്. ഫസ്റ്റ് ഒരു ശിവക്ഷേത്രത്തിൽ പോയി, അതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്തുള്ളൊരു 3 വിഷ്ണുമായ സ്വാമി ടെമ്പിൾസ് ഉണ്ട്. ഒന്ന് കാനാടിക്കാവ്, പിന്നെ ഒന്ന് ദേവസ്ഥാനം, ഇനിയൊന്ന് ആവണങ്ങോട്. അപ്പം ഇവിടുത്തെ 3 സ്ഥലത്തും നമ്മളന്ന് പോയി വിസിറ്റ് ചെയ്ത് അവിടുത്തെ വ്യൂസാണ് ഗൈസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സ്റ്റോറി അങ്ങനെ കുറേ എന്തൊക്കെയോ സംഭവങ്ങൾ, ഹിസ്റ്ററി ഒന്നും എനിക്ക് അത്ര കാര്യമായിട്ടൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ എന്താ പറയുക, ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് പറയാം. ഈ തൃപ്രയാർ, പെരിങ്ങോട്ടുകര ഒക്കെ വരുവാണെങ്കിൽ ഇവിടെയും വിസിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഭയങ്കര രസമാണ് കാണാൻ. അതായത് നോർമലി ഉള്ളൊരു അമ്പലം പോലെയല്ല ഇവിടെ കാണാൻ, കുറച്ച് ഡിഫറെൻറ്റ് ആയിട്ടുള്ള പോലെയാണ്. അപ്പോൾ അവരുടെ തന്നെ ഫാമിലി അപ്പുറത്ത് തന്നെയാണ് താമസിക്കുന്നത്, ഒരു വീടും ഉണ്ട്. ഇതാണ് സെക്കൻഡ് ടെമ്പിൾ, ദേവസ്ഥാനം. അപ്പം ഇവിടെ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് അങ്ങനെ വീഡിയോസ് എടുക്കാൻ ഞാനങ്ങനെ അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ വീഡിയോസ് കാര്യമായിട്ടൊന്നും എടുത്തില്ല. വളരെ ചെറുതായിട്ട് ഇങ്ങനെ ആരും കാണാതൊക്കെയാണ് ഞാൻ വീഡിയോസ് എടുത്തത്. ലാസ്റ്റ് ടെമ്പിളാണിത് നമ്മളുടെ. ഇതാണ് ആവണങ്ങോട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും നമ്മൾക്കങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മളങ്ങനെ എടുത്തില്ല. നല്ല ഭംഗിയാണ്, ഭയങ്കര കാമായിട്ടുള്ളൊരു പ്ലേസാണ്. അത് കഴിഞ്ഞ് എനിക്ക് വിശന്നപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു IT കഫേ അങ്ങനെ എന്തോ പറയുന്നൊരു റെസ്റ്റോറൻറ്റ്, അവിടെ പോയി ഫുഡ് കഴിക്കാൻ പോയതാണ് ഗൈസ്. വിശന്ന് ഭയങ്കര ഊപ്പാടിളകിയ ഒരവസ്ഥയാണ്. എനിക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. അപ്പം ലുലു പൊറോട്ടയും ബീഫും, ഞാൻ കപ്പയും മീൻകറി, എൻ്റെ അനിയത്തി ന്യൂഡിൽസുമാണ് മേടിച്ചത്. അപ്പം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എനിക്കധികം സ്പൈസി കാരണം ഞാൻ കുറച്ചിട്ട് അങ്ങനെയാണ് കഴിച്ച് നോക്കിയത്. ഞാനപ്പോൾ കുറച്ച് ബീഫും കുറച്ച് ഫിഷ് കറി എടുത്ത് അങ്ങനെ കഴിച്ച് നോക്കി. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ, വേർത്തിയായിരുന്നു. കുറച്ച് അവിടെ അത്യാവശ്യം പ്രൈസൊക്കെ ഉണ്ട് അവിടെ, എന്നാലും നമ്മൾക്ക് കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ലുലും എൻ്റെ അനിയത്തിയും ബൂസ്റ്റ് ഓർഡർ ചെയ്തു. ഞാനൊരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഷേക്കും കുടിച്ച് ഫിനിഷ് ചെയ്തു. പിന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു അവിടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ എനിവേ ഈ ഭാഗത്തൊക്കെ വരുവാണെങ്കിൽ ഈ ടെമ്പിൾസൊക്കെ വിസിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.